നമുക്ക് ഇങ്ങനെ ഒരുമിച്ച ദിവസങ്ങളിൽ കൂടി വന്ന് പ്രാർത്ഥനയ്ക്കായിട്ട് സമയങ്ങളിലേക്ക് അവതരിക്കാനായിട്ട് ദൈവം നൽകിയ വലിയ സാവകാശനായ ദൈവത്തെ സ്മരിക്കുകയും ചെയ്യുന്നു. ഇത്രയും സമയം നമുക്ക് നൈവിഷയങ്ങൾക്ക് വേണ്ടി ദൈവത്തിൽ മധ്യസ്ഥനാക്കുവാൻ ദൈവം തുക ചെയ്തു. ആത്മാവിൽ ദൈവത്തെ ആരാധിപ്പാനായിട്ട് കർത്താവ് സഹായിച്ചു. നമുക്ക് ലഭിക്കുന്ന എല്ലാ നല്ല കൂട്ടായ്മകൾക്കായി ദൈവത്തെ സ്തുതിക്കുകയും മുന്നോട്ട് ചെയ്യാം. നമ്മൾ ഇന്ന് രാത്രി ദൈവത്തിൻ്റെ ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഈ അന്തരീക്ഷത്തിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന അന്ധകാര ശക്തികൾ, സ്തോത്രം, ദുഷ്ടാത്മ സേനയുടെ പ്രവർത്തനങ്ങൾ അത് തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നുള്ള സത്യം നാം മനസ്സിലാക്കാം. ഈ ദേശത്ത് വ്യാപരിക്കുന്ന, വേലയ്ക്കെതിരായി വ്യാപരിക്കുന്ന, കുടുംബങ്ങളെ തകർക്കുവാനായിട്ട് തലമുറകളുടെ മേൽ ദൃഷ്ടി വെക്കുന്ന അന്ധകാര ശക്തികൾ നമ്മളിന്ന് രാത്രി ദൈവത്തെ ആരാധിക്കുമ്പോൾ അത് തകർന്ന് മാറുവാനായിട്ട് ഇടയായിത്തീരുന്ന ദൈവത്തിന്റെ സ്തോത്രം. അതിൻ്റെതായ പ്രത്യക്ഷമായിട്ടുള്ള ആ ഫലം വരും ദിവസങ്ങൾ നമുക്ക് വ്യക്തമായി കാണുവാനായിട്ട് ഇടയായിത്തീരുന്ന ദൈവത്തിന്റെ സ്തോത്രം. അതുകൊണ്ട് രാത്രി വളരെ ശക്തമായി ദൈവത്തെ ആരാധിക്കാനും വളരെ ജാഗ്രതയോടുകൂടി ദിവസം പ്രാർത്ഥിപ്പാനും നമുക്കിത് രാത്രി തുടർന്നും ഇടയാകട്ടെ. കർത്താവിൻ്റെ വിലയേറിയ ദാസന്മാരെ നമ്മുടെ ദൈവത്തിൻ്റെ വചനം തുടർന്ന് സംസാരിക്കും. ഞാൻ ഒരുപാട് സമയം എടുക്കുകയല്ല. ജോപാസ് പറഞ്ഞു പരിചയമുള്ള ഒരു ഭാഗം വായിക്കാം. യോശുവയുടെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ വായിക്കാം. യോശുവയുടെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യം. എന്നാൽ യെരിഹോവിനെ ഇസ്രായേൽ മക്കളുടെ നിമിത്തം അടച്ച് ഉറപ്പാക്കിയിരുന്നു. ആരും പുറത്തിറങ്ങിയില്ല, അകത്ത് കയറിയുമില്ല. യഹോവ യോശുവയോട് കൽപ്പിച്ചത്, ഞാൻ യെരിഹോവിനെയും അതിന്റെ രാജാവിനെയും യുദ്ധവീരന്മാരെയും നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. മതി. നമുക്ക് വളരെ പരിചയമുള്ളതായ ഭാഗമാണ് ഇവിടെ വായിച്ചത്. നാം അനേക പ്രാവശ്യം വായിക്കുകയും ഈ ഭാഗത്തു നിന്ന് കേൾക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളതായ ഭാഗങ്ങളാണ്. സ്തോത്രം. ഇവിടെ ഇസ്രായേൽ ജനം കനാൻ ദേശത്ത് പ്രവേശിച്ചതിന് ശേഷം ഉണ്ടായ സംഭവമാണ് 6-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇസ്രായേൽ ജനത്തെ ദൈവം ഇസ്രായേലിൽ നിന്ന് 430 വർഷക്കാലത്തെ പ്രവാസത്തിന് ശേഷം അവരെ ദൈവം വിടുവിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ആ വലിയ ദൗത്യം, ആ വലിയ ശുശ്രൂഷ ദൈവം ചെയ്തെടുത്തത് മോശ മുഖാന്തരമായിരുന്നു എന്ന് നമുക്കറിയാം. മോശയെ ദൈവം വിളിച്ചിട്ട് പറഞ്ഞു, നീ ഫറവോന്റെ അടുക്കൽ ചെന്നിട്ട് എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്കുക എന്ന് പറഞ്ഞ് ജനത്തെ പുറപ്പെടുവിക്കണം. പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക്, കനാൻ ദേശത്തേക്ക് നീ അവരെ കൊണ്ട് എത്തിക്കണമെന്ന് പറഞ്ഞ് മോശയെ ദൈവം ആ ശുശ്രൂഷ, ആ ദൗത്യം ഏൽപ്പിച്ചു. മോശ കടന്നു എന്ന് ദൈവം പറഞ്ഞതുപോലെ തന്നെ ഫറവോനുമായിട്ട് സംസാരിച്ച് ജനത്തെ വിടുവിച്ച് അവരവിടുന്ന് യാത്ര തിരിച്ച് കനാൻ ദേശത്തെ ലക്ഷ്യമാക്കി അവരെ യാത്ര തിരിച്ചു. ജനത്തെ വിടുവിപ്പാനായിട്ട് മോശയാണ് ദൈവം ഉപയോഗിച്ചതെങ്കിലും കനാൻ ദേശത്തേക്ക് പ്രവേശിക്കുവാനും ദേശം അവർക്ക് അവകാശമായിട്ട് വിഭാഗിച്ചു കൊടുക്കുവാനും മോശയ്ക്കിടയായില്ല. യോശുവയാണ് ദൈവം ആ ശുശ്രൂഷ ഏൽപ്പിച്ചത്. യോശുവയ്ക്കാണ് ആ ഭാഗ്യം ഉണ്ടായതെന്ന് നമുക്കറിയാം. അങ്ങനെ അവർ കനാൻ ദേശത്ത് പ്രവേശിച്ചു. ഓരോ ഗോത്രങ്ങൾക്ക് ദേശം അവകാശമായിട്ട് യോശുവ കൊടുത്തു. അവിടെ ഉണ്ടായിരുന്ന രാജാക്കന്മാരെയും എല്ലാം ഓരോരുത്തരെയായിട്ട് അവർ പരാജയപ്പെടുത്തി ദൈവം അവർക്ക് വാഗ്ദത്തം ചെയ്തിരുന്ന ദേശം അവരെ അവകാശമായിട്ട് എടുത്തു എന്ന് നമുക്ക് വായിക്കാനായിട്ട് കഴിയുന്നു. സ്തോത്രം. എന്നാൽ 6-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ യെരിഹോ എന്ന് പറയുന്നതായ പട്ടണത്തെ കുറിച്ച് നമുക്ക് വായിക്കാനായിട്ട് കഴിയുന്നുണ്ട്. സ്തോത്രം. അവിടെ നാം വായിച്ച വാക്യം ഇങ്ങനെയാണ് കാണുന്നത്, യെരിഹോവിനെ ഇസ്രായേൽ മക്കളുടെ നിമിത്തം അടച്ച് ഉറപ്പാക്കിയിരുന്നു. ആരും പുറത്ത് ഇറങ്ങിയില്ല, ആരും അകത്ത് കയറിയതുമില്ല എന്നാണ് നമുക്ക് വായിക്കാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഇസ്രായേൽ ജനം യോശുവയുടെ നേതൃത്വത്തിൽ കനാൻ ദേശത്ത് പ്രവേശിച്ചിരിക്കുന്നു എന്നും അവർ ഓരോ രാജാക്കന്മാരെ പരാജയപ്പെടുത്തി ദേശം കൈവശമാക്കുവാൻ തുടങ്ങിയിരിക്കുന്നു
ദേശം അവകാശമാക്കുവാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ള വാർത്ത ഈ ദേശത്ത് പാർത്തുകൊണ്ടിരുന്ന രാജാക്കന്മാരെ, ഈ ദേശനിവാസികൾ അറിയാനായിട്ടിടയായിട്ടുണ്ട്. അങ്ങനെ ആ വാർത്ത അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവിടെ നാം വായിക്കുകയാണ്, യെരിഹോ എന്ന് പറയുന്ന ആ പട്ടണ നിവാസികൾ, ദേശനിവാസികൾ ചെയ്ത കാര്യം നമുക്ക് വായിക്കാനായിട്ട് കഴിയുക. എന്താണ് അവർ ചെയ്തത്? യെരിഹോവിനെ ഇസ്രായേൽ മക്കളുടെ നിമിത്തം അടച്ച് ഉറപ്പാക്കിയിരുന്നു എന്നാണ് നമുക്ക് വായിക്കാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഇസ്രായേൽ ജനം പ്രവേശിപ്പാൻ കഴിയാതെ വണ്ണം, അവർ ഈ പട്ടണത്തെ പിടിച്ചടക്കുവാൻ കഴിയാതെ വണ്ണം, ഈ രാജാവിനെ പരാജയപ്പെടുത്തുവാൻ കഴിയാതെ വണ്ണം ഈ പട്ടണം അവർ എന്ത് ചെയ്തിരിക്കുകയാണ്? അടച്ച് ഉറപ്പാക്കിയിരിക്കുകയാണ്. സ്തോത്രം. അവർ അടച്ച് ഉറപ്പാക്കിയിരിക്കുകയാണ്. നാം ഒരു സത്യം മനസ്സിലാക്കണം. ഈ ദേശം എന്ന് പറയുന്നത് ഇസ്രായേൽ ജനത്തിന് ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ദേശമാണ്. അബ്രഹാമിനോടുള്ള ദൈവത്തിന്റെ വാഗ്ദത്തമാണ് ഈ ദേശം എന്ന് പറയുന്നത്. അപ്പോൾ ദൈവികമായിട്ടുള്ള കാര്യപരിപാടിയിൽ ഈ ദേശത്തിന്റെ യഥാർത്ഥ അവകാശികൾ എന്ന് പറയുന്നത് ആരാണ്? ഇസ്രായേൽ ജനമാണ്. ഈ ദേശം വാഗ്ദത്തം ചെയ്യപ്പെട്ടിരിക്കുന്ന ഇസ്രായേൽ ജനത്തിനാണ്. എന്നാൽ ഇവിടെ നാം വായിക്കുന്നത് ഈ ഇസ്രായേൽ ജനത്തിന്റെ നിമിത്തം, സ്തോത്രം, യെരിഹോ പട്ടണം എന്ത് ചെയ്തിരിക്കുകയാണ്? അടച്ച് ഉറപ്പാക്കിയിരിക്കുകയാണ്. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ഇവർക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ഈ ദേശം, ഇവർക്ക് അവകാശപ്പെട്ടതായ ഈ ദേശം ഇവർക്ക് നൽകുകയില്ല, ഇവർക്ക് കൊടുക്കുകയില്ല, ഇവർക്കത് ലഭ്യമാകുകയില്ല എന്ന നിലയിൽ ഇതെന്തിരിക്കുകയാണ്? അടച്ച് ഉറപ്പാക്കിയിരിക്കുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. ആർക്കും പുറത്തിറങ്ങാൻ കഴിയാത്ത നിലയിൽ, ആർക്കും അകത്ത് പ്രവേശിപ്പാൻ കഴിയാത്ത നിലയിൽ ഈ പട്ടണം അടച്ച് ഉറപ്പാക്കിയിരിക്കുകയാണ്. ആരാണ് ഇത് ഉറപ്പാക്കിയിരിക്കുന്നത്? അടച്ചുറപ്പാക്കിയിരിക്കുന്നത് ഇസ്രായേൽ ജനത്തിന്റെ ശത്രുക്കളാണ്, വാഗ്ദത്തത്തിന്റെ ശത്രുക്കളാണ്. സ്തോത്രം. അവരെ അടച്ചുറപ്പാക്കിയിരിക്കുകയാണ് എന്നാണ് നമുക്കിവിടെ വായിക്കാനായിട്ട് കഴിയുന്നത്. ഇസ്രായേൽ മക്കളുടെ നിമിത്തം അടച്ച് ഉറപ്പാക്കിയിരിക്കുന്നു. ഇന്ന് രാത്രി ദൈവ മക്കളെ, നാം ഒരു സത്യം മനസ്സിലാക്കണം. ദൈവം നമ്മെ വിളിച്ച് വേർതിരിപ്പാനായിട്ട് ഇടയായിട്ടുണ്ട്. ദൈവത്തെ സേവിപ്പാൻ ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ചു. ദൈവത്തെ ആരാധിപ്പാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നു. യേശുക്രിസ്തു മുഖാന്തരം, യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ ചൊരിഞ്ഞ രക്തം മുഖാന്തരം അവൻ നമ്മെ വീണ്ടെടുത്തു, ദൈവ മക്കളാക്കി തീർത്തു. ഈ ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ദൈവം നമ്മെ പാർപ്പിച്ചിരിക്കുന്നു. സ്തോത്രം. ഇന്ന് രാത്രി നാം ഒരു സത്യം മനസ്സിലാക്കണം. നാം അനുഭവിക്കേണ്ട, നമുക്ക് വേണ്ടി വാഗ്ദത്തം ചെയ്യപ്പെട്ടിരിക്കുന്ന, നാം അനുഭവിക്കേണ്ടതായ വ്യക്തിപരമായ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിന്റെ അകത്ത്, നമ്മുടെ തലമുറകളോടുള്ള ബന്ധത്തില്, ആത്മീയ വിഷയങ്ങളിൽ, ഭൗതിക വിഷയങ്ങളിലൊക്കെ നാം അനുഭവിക്കേണ്ട ഒരുപാട് വാഗ്ദത്തങ്ങൾ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. നാം അനുഭവിക്കേണ്ട അനേക അനുഗ്രഹങ്ങൾ ദൈവം നമുക്ക് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. സ്തോത്രം. ഒരു സത്യം നാം മനസ്സിലാക്കണം. നമ്മെ ദൈവം വിളിച്ചു വേർതിരിച്ചത് അനുഗ്രഹിക്കപ്പെടുവാനായിട്ടാണ്. ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ചത് നമ്മുടെ അവസ്ഥയ്ക്ക് വ്യത്യാസം വരുത്തുവാൻ വേണ്ടിയാണ്. എല്ലാ നിലയിലും നമ്മെ ദേശത്ത് മാനിക്കുവാൻ വേണ്ടിയാണ് ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ളതായ അനുഗ്രഹങ്ങൾ, അങ്ങനെയുള്ള വാഗ്ദത്തങ്ങൾ നമുക്ക് ലഭ്യമാക്കുവാൻ കഴിയാതെ വണ്ണം, സ്തോത്രം, നമുക്ക് നൽകുവാൻ കഴിയാതെ വണ്ണം, നമുക്ക് നൽകുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അടച്ചു ഉറപ്പാക്കിയിരിക്കുന്ന ശത്രുവിന്റെ ശക്തികളുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നാം ഒരു സത്യം മനസ്സിലാക്കണം. അനുഗ്രഹങ്ങൾ വാഗ്ദത്തം ചെയ്യപ്പെട്ടിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയാണ്. യേശുക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിലെ രക്തം മുഖാന്തരം വീണ്ടെടുക്കപ്പെട്ട നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയാണ് ദൈവിക അനുഗ്രഹങ്ങൾ ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്. എന്നാൽ ആ വാഗ്ദത്തങ്ങൾ നിവർത്തിക്കപ്പെടുവാൻ കഴിയാതെ ശത്രു പലപ്പോഴും അത് അടച്ച് ഉറപ്പാക്കിയിരിക്കുന്ന അനുഭവങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകാം. ദൈവത്തിന് സ്തോത്രം. ഇവിടെ നാം വായിക്കുന്നത് ഇസ്രായേൽ ജനത്തിന്റെ നിമിത്തം യെരിഹോ കോട്ട എന്തിരിക്കുകയാണ്? അടച്ച് ഉറപ്പാക്കിയിരിക്കുകയാണ്. ആരും അകത്ത് കയറിയില്ല, ആരും പുറത്തിറങ്ങിയില്ല. സ്തോത്രം. ഇവിടെ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്. രണ്ടാം വാക്യത്തിൽ വായിക്കുന്നത്, ഇത് ഈ സംഭവം ഉണ്ടായി കഴിഞ്ഞപ്പോൾ, ഇത് ഇവര് കോട്ട അടച്ച് ഉറപ്പാക്കി അവര് വളരെ കരുതലോടെ നീങ്ങിയപ്പോൾ, അവർ വളരെ ജാഗ്രതയോടുകൂടെ നീങ്ങിയപ്പോൾ, ഇവിടെ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്. യഹോവ യോശുവയോട്, ദൈവത്തിന് സ്തോത്രം, ദൈവം യോശുവയോട് പറയുകയാണ്. എന്താണ് പറയുന്നത്? യഹോവ യോശുവയോട് കൽപ്പിച്ചത്, ഞാൻ യെരിഹോവിനെയും അതിന്റെ രാജാവിനെയും
യുദ്ധവീരന്മാരെയും യുദ്ധവീരന്മാരെയും നിന്റെ കയ്യിൽ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു.